أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അല്ലാഹു മുഹൈമിനാണ്. അല്ലാഹുവിന്റെ മുഹൈമിൻ, അല്ലാഹുവിന്റെ ഹൈമനത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏത് പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ നിന്ന് അല്ലാഹുവിന്റെ റഖാബത്ത് നമുക്കുണ്ടാകും. ഇത് വിശ്വസിക്കണം നമ്മൾ. സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ സൂറത്തു തോഹയിലെ 43-44 ആയത്തുകൾ ആ ചരിത്രമാണ് പറയുന്നത്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഇദ്ഹബാ ഇലാ ഫിർഔൻ, ഹാറൂൻ നബിയെ, മൂസ നബിയെ, നിങ്ങൾ രണ്ടുപേരും ഫറോവയുടെ അരികത്തേക്ക് പോവുക. ഇന്നഹു തഗാ, അവൻ അതിക്രമം ചെയ്തിരിക്കുകയാണ്. ബനു ഇസ്രായേലിലെ മക്കളെ വധിച്ചു കളഞ്ഞ ആളാണ്. പിഞ്ചു മക്കളെ, പുരുഷന്മാരെയും കഴുത്തറുത്തു കൊന്ന ആളാണ് ഫറോവ. പെണ്ണുങ്ങളെ മാറ്റിവെച്ചു. യസ്തഹയി നിസാഅഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹയി നിസാഅഹും. മക്കളെ കൊല്ലുക എന്ന് മാത്രമല്ല പറഞ്ഞു, അറവ് ചെയ്യുന്ന വാക്കിന്റെ അർത്ഥം. ശരിക്ക് ക്രൂരമായ കൊലപ്പെടുത്തൽ, ആണുങ്ങളെയും കുട്ടികളെയും ചെയ്ത ഒരു ഭരണാധികാരി, ഞാൻ പടച്ചവനാണ് എന്ന് സ്വയം വാദിച്ച ഒരു ഭരണാധികാരി, അവനാണ് രണ്ടാമൻ, റംസീസ് രണ്ടാമൻ, ഫിർഔൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ഫറോവ. അയാളുടെ മുമ്പിലേക്കാ മൂസ നബിനെ പറഞ്ഞേക്കുന്നത് അലൈഹിസ്സലാത്തു വസ്സലാം. ഞാനാണ് പടച്ചവന് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അവിടെ കാണുന്ന മുഴുവൻ ഇസ്രായേലി മക്കളെയും, ആൺകുട്ടികളെയും പുരുഷന്മാരെയും നിരനിരയായി കൊന്നുകളഞ്ഞ, അവിടെ ഒരു കോടതിയില്ല, ഒരു മനുഷ്യാവകാശ സംഘടനകളും അവിടെ പ്രവർത്തിക്കാനില്ല, ഒരൊച്ചപ്പാടും ഒരു ട്വീറ്റും ലോകത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് വരാനുമില്ല. ആരാ അധികാരം? അധികാരം ഫറോവ തന്നെ. ആ ഫറോവയുടെ മുമ്പിലേക്ക് പോകാനാ പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാമിനോട്. നമ്മളാണെങ്കിൽ പോവോ? കൂട്ടക്കൊല ചെയ്യുന്ന സമയം. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ, ഫറോവ അതിക്രമിയാണ്, ഫറോവയുടെ മുമ്പിലേക്ക് നിങ്ങൾ രണ്ടുപേരും ചെല്ലണം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, ഫറോവയോട് സൗമ്യമായിട്ട് നിങ്ങൾ സംസാരിക്കുക. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, അവൻ ഭയപ്പെടുകയും സന്മാർഗം സിദ്ധിക്കുകയും ചെയ്തേക്കാം എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, ഖാലാ റബ്ബനാ, അവര് പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ, ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ, ഞങ്ങളോട് അവൻ അതിക്രമം കാണിക്കില്ലേ പടച്ചവനെ, അവൻ ഞങ്ങളെ വകവരുത്തൂലേ റബ്ബേ. സൂറത്ത് ത്വാഹ 45 ആയത്ത്. ഖാല ലാ തഖാഫാ, അല്ലാഹു പറയുന്നു, നിങ്ങൾ രണ്ടുപേരും പേടിക്കരുത്. ഇന്നനീ മഅകുമാ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അസ്മഉ വ അറാ, കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. മൂസാ നബിയെ, ഹാറൂൻ നബിയെ, നിങ്ങൾ പേടിക്കാതെ പോയിക്കോളൂ. അതാണ് മുഹൈമിൻ. മൂസാ നബി അലൈഹിസ്സലാം ചെന്ന് പറഞ്ഞില്ലേ, ചാലഞ്ച് ചെയ്തില്ലേ ഫറോവ. ആ ചാലഞ്ചിനെ തിരിച്ച് ചാലഞ്ച് ചെയ്തു. അതാണ് സർവ മജീഷ്യന്മാരെയും കൊണ്ടുവന്ന് വലിയൊരു ഒരു മത്സരം നടത്തിയത്. മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ടു. അല്ലാഹുവിന്റെ വാക്കാണ്, ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ, കാണുകയും കേൾക്കുകയും ചെയ്ത് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അല്ലാഹു കൂടെയുണ്ട്, പിന്നെ എന്തിനാ പേടിക്കേണ്ടത്? ഫഅതിയാഹു ഫഖൂലാ ഇന്നാ റസൂലാ റബ്ബിക്, ഫറോവയുടെ മുമ്പിലേക്ക് ചെന്ന് രണ്ടുപേരും പറയണം, ഞങ്ങൾ രണ്ടുപേരും നിന്റെ രക്ഷിതാവിന്റെ ദൂതന്മാരാണ്. ഫഅർസിൽ മഅനാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കളെ ഞങ്ങളുടെ കൂടെ വിട്ടയക്കണം. വലാ തുഅദ്ദിബുഹും, ഇസ്രായേൽ മക്കളെ നീ ഇങ്ങനെ ശിക്ഷിക്കരുത്. ഖദ് ജിനാക ബിആയതിൻ മിർ റബ്ബിക്, നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ദൃഷ്ടാന്തവുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ, സന്മാർഗം സ്വീകരിക്കുന്നവർക്ക് രക്ഷയുണ്ട്. ഇന്നാ ഖദ് ഊഹിയ ഇലൈനാ അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ല, ഇത് സ്വീകരിക്കാതിരിക്കുകയും സത്യം ബോധ്യപ്പെട്ടപ്പോൾ നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്കാണ് ശിക്ഷയെന്ന് ഞങ്ങൾക്ക് വഹി നൽകപ്പെട്ടിട്ടുമുണ്ട്.
ഇത് പറഞ്ഞു മഹാന്മാരായ മൂസ നബി അലൈഹിസ്സലാമും നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം. എന്തേ? മുഹൈമിനായ അള്ളാഹു കൂടെയുണ്ട്. കാണുകയും കേൾക്കുകയും ചെയ്ത് അധികാരം എന്റെ കയ്യിലല്ലേ, ഫറോക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പോയിക്കോളീൻ. സുബ്ഹാനല്ലാഹ്. ബദർ യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. ബദറിൽ ഒരുപാട് ഖുറൈശി നേതാക്കന്മാര് കൊല്ലപ്പെട്ട നേരത്ത് ഖുറൈശികളിൽപ്പെട്ട 2 നേതാക്കന്മാർ ഉമൈർ ഇബ്നു വഹബും സഫ്വാൻ ഇബ്നു ഉമയ്യത്തും കഅബാലയത്തിന്റെ തൊട്ടരികത്തുള്ള ഒരു സംസം കിണറിന്റെ വക്കിലിങ്ങനെ ഇരുന്നു കൊണ്ട് ബദറിലേറ്റ പരാജയത്തിന്റെ കയ്പുനീരിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമൈർ ഇബ്നു വഹബും സഫ്വാൻ ഇബ്നു ഉമയ്യത്തും. ആ സമയത്ത് ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞില്ലേ, സഫ്വാനെ, എത്ര വലിയ നാണക്കേടാണ് നമുക്ക് സംഭവിച്ചത്. നമ്മളൊക്കെ എങ്ങനെ ആവേശത്തിലാ പോയത്, തോറ്റിട്ടല്ലേ പോകുന്നത്. അബൂജഹല് പോലും കഅബന്റെ കില്ല പിടിച്ച് ദ്വായിരുന്നിരുന്നു. അബൂജഹല് ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട ഫിർഔനാണ് അബൂജഹൽ എന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹല് പറഞ്ഞു, അല്ലാഹുവേ, അവർക്ക് അള്ളാഹിനെ വിശ്വാസമുണ്ട്, അള്ളാഹുവിന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിച്ചവരാണ്. അവർ മുശ്രിക്കുകളായിരുന്നു. അള്ളാഹിന്റെ കൂടെ വേറെയും പടച്ചോന്മാരുണ്ട് എന്ന് വിശ്വസിച്ചവരാ മക്കക്കാര്. അള്ളാഹിനെ അവർക്കറിയാം. അല്ലാഹുവേ, ഞങ്ങളോ മുഹമ്മദ് നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് സത്യത്തിലുള്ളത് അവരെ നീ ജയിപ്പിക്കണം. ഇൻസ്പെക്ഷനാണ് അല്ലേ? അതൊരു നല്ലൊരു വർത്താനാണ് പറഞ്ഞത്. ഞങ്ങളെ ജയിപ്പിക്കണമെന്ന് പക്ഷപാതിത്വം പറഞ്ഞില്ല. ഞങ്ങളിൽ ആരാണോ സത്യത്തിലുള്ളത് അവരെ ജയിപ്പിക്കണം. അപ്പൊ അല്ലാഹു സത്യത്തിലുള്ളവരെ ജയിപ്പിച്ചു. മറ്റവരെ മുഴുവൻ ഖലീബ് ബദറിന്റെ ഖലീബിലേക്ക് അവരെ തള്ളുകയാണ് ഉണ്ടായത്. ഇതാണ് കഴിഞ്ഞപ്പോഴും മക്കക്കാർക്ക് ഭയങ്കര നാണക്കേടായി. രാഷ്ട്രീയ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തോറ്റെന്ന് പറഞ്ഞാൽ അതൊരു അപമാനമല്ലേ? ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അത് ഗൗരവത്തിൽ ചിന്തിക്കും. അല്ലേ? തോറ്റവരിൽ പ്രമുഖർ, അങ്ങനെയല്ലേ ചാനലൊക്കെ എടുത്ത് കാണിക്കുക. ജയിച്ചവരിൽ പ്രമുഖർ, തോറ്റവരിൽ പ്രമുഖർ. ഈ പ്രമുഖന്മാരെ എന്തായാലും കുഴപ്പം തന്നെയാണ്. അപ്പോ അവർക്ക് വലിയ വേദനയുണ്ടായി. ഉമൈർ ഇബ്നു വഹബ് ഇങ്ങനെ പറയാൻ, ചരിത്രം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഉമൈർ ഇബ്നു വഹബും സഫ്വാൻ ഇബ്നു ഉമയ്യത്തും. ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞു, സഫ്വാനെ, എന്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്, മദീന വരെ അങ്ങോട്ട് വണ്ടിയെടുത്ത് പോയിട്ട് ആ മുഹമ്മദ് നബി തങ്ങളെ എന്റെ വാളുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊലപ്പെടുത്തി വന്നാൽ, എന്നാലെങ്കിലും നമുക്കൊരു പ്രതികാരം ചെയ്തു എന്ന് വിചാരിക്കാലോ. മദീനത്തേക്ക് പോയിട്ട് ആ നബി അങ്ങോട്ട് കൊന്നാലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സഫ്വാനെ. പക്ഷേ ലൗലാ ദുയൂനുൻ ലസിമത്തിനി, ഒരുപാട് കടമുണ്ട്. ഞാൻ ഇങ്ങനെ മരിച്ചുപോയ കടക്കാരെന്താവും? പിന്നെ വഅയാലുൻ, എന്റെ മക്കള്, അവരൊക്കെ ഞാൻ ഉപേക്ഷിച്ചു, അവരെ യതീമാക്കി പോവല്ലേ, അത് ആലോചിച്ചിട്ട് എന്നെ കൊണ്ട് വയ്യാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഞാനത് ചെയ്തേനെ. അപ്പൊ സഫ്വാൻ അങ്ങനെ മൂട്ടിക്കൊടുത്തു. ഉമൈർ, കടം ഞാൻ വീട്ടിക്കോളാം, നിന്റെ മക്കള് എന്റെ മക്കളാണ്, ഈ പോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ സഹോദരി പിന്നെ ഒന്നും ചെയ്യാൻ വയ്യല്ലോ. അങ്ങനെ മുമ്പ് കുടുങ്ങി പോകാൻ തീരുമാനിച്ചു. അങ്ങനെ വാളുമ്മേ വിഷം പുരട്ടിയിട്ട് അത് ഉണക്കി വെച്ചു എന്നാ കുറെ ദിവസം. നല്ല വിഷം, ഒറ്റ വെട്ടിന് വിഷത്തിന്റെ പോയിസൺ കൊണ്ട് മരണപ്പെടണമെന്ന്. സുബ്ഹാന ജല്ല ജലാലു. രണ്ടാളും പറഞ്ഞത് ആരോടും പറയരുത്. നമ്മളാരോടും പറയില്ല. സഫ്വാനെ നീ പറയരുത്, ഞാനും ആരോടും പറയില്ല. നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി. ന്യൂസ് റെഡി ആയിട്ട് നമുക്ക് എന്ത് എല്ലാവരോടും പറയാം, സംഗതി നടത്തിയിട്ട് പറയാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. രണ്ടുപേരും കഅബന്റെ മുമ്പെന്നായി സംസാരിക്കുന്നത്. അപ്പൊ ഈ ഉമൈർ ഇബ്നു വഹബിന്റെ മകൻ ബദറിലെ ചിറപ്പുള്ളിയാണ്, ബദറിലെ യുദ്ധത്തടവുകാരനാണ്. അപ്പൊ ഇയാള് കഴുത്ത് ഇവിടെ ഇങ്ങനെ തോളിലാണ് അവര് വാള് തൂക്കി വെക്കുക. വാളും തൂക്കി പിടിച്ച് ഒട്ടകപ്പുറത്ത് കയറി അദ്ദേഹം മദീനയിലേക്ക് യാത്രയായി. ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു എന്ന് പറയാനട്ടോ സ്വഹാബിയാണ്. അന്ന് സ്വഹാബിയല്ല. ഈ സംഭവം നടക്കുമ്പോ മദീനത്തേക്ക് എത്തി. ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ അരികത്ത് കൂടെ നടക്കുമ്പോണ്ട് ഉമൈർ നബിയെ, ആ ശൈത്താൻ വന്നിട്ടുണ്ട് നബിയെ. ഓടിച്ചെന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, പൊന്നാര നബിയെ, ഉമൈർ വരുന്നുണ്ട്. ഉമൈറിന്റെ വരവ് അത്ര ശരിയല്ല. ഉമൈർ നന്മ ഉദ്ദേശിച്ച് വരികയാണെങ്കിൽ അവന് നല്ല, ഇല്ലെങ്കിൽ ഞാൻ വകവരുത്തും നബിയെ. ഉമറെ ശാന്തമായിട്ടിരിക്കുന്നു. ഉമൈറിനെ കൊണ്ടുവരി, എന്താ വിഷയം ചോദിക്കട്ടെ എന്ന്. ഉമൈറിനെ കൈപിടിച്ചു കൊണ്ടുവന്നു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ഇങ്ങനെ ബോഡി ഗാർഡായിട്ട് നിന്നു. ആ സമയത്ത് നബി തങ്ങളുടെ അടുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തേ ഉമൈറെ വന്നത് എന്ന് ചോദിച്ചു നബി തങ്ങൾ സ്വല്ലല്ലാഹു. ഇവരൊക്കെ മക്കക്കാരല്ലേ, അറിയാലോ, തങ്ങളെ മക്കത്ത് വന്നതല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാട്ടുകാരാണ്. എന്തേ ഉമൈറെ വന്നത്?
ഞാൻ എൻ്റെ മകനെ ഒന്ന് രക്ഷപ്പെടുത്തി മോചനം കൊടുത്ത് കൊണ്ടുപോകണം മദീനത്തേക്ക്, മകനെ ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. അതെയോ? അപ്പൊ വാളോന്ന് ചോദിച്ചു തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൽ അഗ്നാനാ ഫീ ബദർ. എന്താ നബിയെ, ഈ വാളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ബദറിൽ വല്ല കാര്യം ഉണ്ടായോ? വാളൊക്കെ എത്ര ഉണ്ടായിരുന്നു? ഞങ്ങൾ തോറ്റില്ലേ? എന്ത് ഈ വാളിന്റെ കാര്യക്ക് എന്ത് പറയാൻ? അല്ല ഉമൈറെ, നീ എന്തിനാ വന്നത് ശരിക്കും പറയും. ഞാൻ എന്റെ കുട്ടിനെ മോദിപ്പിച്ചു, അത് അത്ര തന്നെയുള്ള വിഷയം. തങ്ങൾ പറഞ്ഞു, ഉമൈറെ, നീയും സഫ്വാനും കഅബാലയത്തിന്റെ മുന്നിൽ സംസത്തിന്റെ കിണറിന്റെ വക്കിലിരുന്ന് സംസാരിച്ചതിന് ഓർമ്മയുണ്ടോ? എനിക്ക് കടവും എന്റെ മക്കളുമില്ലെങ്കിൽ ഞാൻ മുഹമ്മദ് നബിയുടെ തലയെടുക്കുമെന്ന് നീ പറഞ്ഞപ്പോ നിന്റെ കൂട്ടുകാരൻ സഫ്വാനല്ലേ നിന്നോട് പറഞ്ഞത്, ആ കടവും മക്കളും ഞാൻ ഏറ്റെടുത്തു, നീ പൊയ്ക്കോ. അങ്ങനെ വിഷം ചുരട്ടി കൊണ്ടുവന്ന വാളല്ലേ നിന്റെ തോളിലുള്ളത്? ഉടനെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ചോനെ, ഞാനും സഫ്വാനുമല്ലാതെ ഒരു മഖ്ലൂഖ് അറിയാത്ത ഈ കാര്യം അഷ്റഫുൽ ഖൽക്കിന് എവിടെ നിന്നറിയാൻ പറ്റി? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? മുഹൈമിനായ അല്ലാഹു ജല്ല ജലാലു ഹബീബിന് വിവരം കൊടുത്തതാണ്. ഉടനെ സ്വഹാബിയായി മാറി ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു തആല അൻഹു. യാ അല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.